Hi everyone, welcome back to Learnino. ഇന്ന് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി കൺസ്ട്രെയിൻറ്റ് മാക്സിമം ആൻഡ് മിനിമ അതും ലഗ്രാഞ്ച് മൾട്ടിപ്ലൈ മെത്തേഡ് നമ്മൾ പ്രീവിയസ് പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. സോ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ LPP ആ ഒരു ടോപ്പിക്കാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A firm manufactures pain relieving pills in 2 sizes. Okay, അപ്പോൾ ഒരു ഫേം രണ്ട് സൈസസിൽ പിൽസ് പെയിൻ റിലീഫിനുള്ള പിൽസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈസ് എ. ഇപ്പോൾ സൈസ് എയിൽ കണ്ടെയ്ൻസ് ആണ് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 4 grains of element A, 7 grains of element B and 2 grains of element C. Similarly, size B contains 2 grains of element A, 10 grains of element B and 8 grains of element C. Clear ആയല്ലോ? Size A and B. Next, it is found by users that it requires at least 12 grains of element A, 74 grains of element B and 24 grains of element C to provide immediate relief. Clear ആയല്ലോ? Actually pain relief വേണ്ടിയിട്ടുള്ള പിൽസ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന എലമെന്റ്സ്, അതായത് ABC എലമെന്റ്സിന്റെ റിക്വയർമെന്റ്, മിനിമം റിക്വയർമെന്റ് ആണ്. എലമെന്റ് എയുടെ 12 ഗ്രെയിൻസ് വേണം, എലമെന്റ് ബിയുടെ 74 ഗ്രെയിൻസ് വേണം, അതുപോലെ എലമെന്റ് സിയുടെ 24 ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കറസ്പോണ്ടിങ് പില്ല് പെയിൻ റിലീഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ ദാറ്റ് least number of pills a patient should take to get immediate relief. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താ? ലീസ്റ്റ് നമ്പർ ഓഫ് പിൽസ് ആണ്. അതായത് മിനിമം നമ്പർ ഓഫ് പിൽസ് ഒരു പേഷ്യന്റ് എടുക്കേണ്ടത് എത്രയാണ് ആ ഒരു ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ആവശ്യം. ക്ലിയർ ആയി? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ദിസ് പ്രോബ്ലം ആസ് സ്റ്റാൻഡേർഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു LPP ഫോം ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അത് നമുക്ക് ആദ്യം എഴുതാം. ഇപ്പോൾ എലമെന്റ്സ് തന്നിട്ടുണ്ട് ABC അല്ലെ, കറസ്പോണ്ടിങ് 2 സൈസിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, ക്യാപ്സ്യൂൾസ് ഉണ്ട്, സൈസ് എയും സൈസ് ബിയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സൈസ് എയുടെ കറസ്പോണ്ടിങ് എലമെന്റ് ABCയിൽ എത്ര ഗ്രെയിൻസ് ആണ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ സൈസ് ബിക്ക് കറസ്പോണ്ടിങ് എലമെന്റ് എയിൽ നിന്ന് ഗ്രെയിൻസ് B ആൻഡ് C. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോബ്ലത്തിൽ മിനിമം റിക്വയർമെന്റ്, അതായത് ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് എലമെന്റ് എയുടെ 12 ഗ്രെയിൻസ്, ബിയുടെ 74 ഗ്രെയിൻസ്, സിയുടെ 24 ഗ്രെയിൻസ്, ഇതാണ് അതായത് ലീസ്റ്റ് വാല്യൂ, അതായത് മിനിമം റിക്വയർമെന്റ് ഇത്രയുമാണ്. അത്രയെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടുള്ളൂ. അപ്പം ഇത്രയും നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് LPP ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണ് സെലക്ട് ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, ഇത് കറക്റ്റ് എക്സാക്ട്ലി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ആദ്യം തന്നെ ഡിസിഷൻ വേരിയബിൾസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ലെറ്റ് x1 ബി ദ നമ്പർ ഓഫ് പിൽസ് ഓഫ് സൈസ് എ. ഇപ്പോൾ 2 സൈസ് ഉണ്ടല്ലോ അല്ലെ, അപ്പോൾ സൈസ് എയില് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് പിൽസ് x1, അതുപോലെ സൈസ് ബിക്ക് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് പിൽസ് x2 ആയിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോൾ സെക്കൻഡ് ഫോം ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷനിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്താണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്? മിനിമം നമ്പർ ഓഫ് പിൽസ് എ പേഷ്യന്റ് ഷുഡ് ടേക്ക് ടു ഗെറ്റ് ദ ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്. അതാണ് നമ്മുടെ റിക്വയർമെന്റ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പിൽസ് ആണ്. ക്ലിയർ ആയോ? അതിനെ Z ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈക്വൽ ടു x1 പ്ലസ് x2. ഈ x1 x2 എന്താ? x1 എന്ന് പറയുന്നത് സൈസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പിൽസും x2 എന്ന് പറയുന്നത് സൈസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പിൽസും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി കമ്പൈൻഡ് ഇഫക്റ്റ് ആവും. x1 പ്ലസ് x2 ആയിരിക്കും മിനിമം നമ്പർ ഓഫ് പിൽസ്. അതായത് Z എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പാർട്ടാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ നമുക്ക് Z-നെ മിനിമൈസ് ചെയ്യണം പറഞ്ഞു, അതായത് നമ്പർ ഓഫ് പിൽസ് മിനിമൈസ് ചെയ്യണം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 4x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. സോ നേരത്തെ നമ്മളൊരു ടാബിലെ ജസ്റ്റ് ആ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ നോട്ട് ചെയ്തില്ല, അതൊന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. സൈസ് എ, സൈസ് ബി, എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതേപോലെ A, B, C. ആൻഡ് ലാസ്റ്റ് വൺ മിനിമം റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ.
അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ അതായത് എലമെന്റ് എന് കറസ്പോണ്ടിങ് ആയിട്ട് 4 സൈസ് എയുടെ 4ഉം സൈസ് ബിയുടെ 2ഉം അതുപോലെ 7 10 ലാസ്റ്റ് വൺ 2 8. ഇനി മിനിമം റിക്വയർമെന്റ് ആണ് 12 74 24. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത് x1ഉം x2 ആണ്. x1 x2 എന്ന് നമുക്ക് എന്താ അറിയാം, നമ്പർ ഓഫ് പിൽസ് കറസ്പോണ്ടിങ് ടു സൈസ് എയും സൈസ് ബിയും. ഓക്കെ, ഇനി കൺസ്ട്രെയിൻസ് ഓരോന്നും നോക്കാം. അപ്പോൾ എലമെന്റ് എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ, ഇപ്പോൾ സൈസ് എക്ക് കറസ്പോണ്ടിങ് x1ഉം സൈസ് ബിക്ക് കറസ്പോണ്ടിങ് x2. ക്ലിയർ ആയല്ലോ. അത് മാത്രമല്ല ഈ മിനിമം റിക്വയർമെന്റ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ, നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ്, ഇപ്പോൾ എ ആണെങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റിൽ മിനിമം 12 ഗ്രെയിൻസ് എങ്കിലും ഉണ്ടായിരിക്കണം, പ്രസന്റ് ആയിരിക്കണം. അതാണ് മിനിമം. മിനിമം വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 4 into x1 plus 2 into x2. ഓക്കെ, ഇപ്പോൾ രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. 4 into x1 plus 2 into x2. ഇത് എലമെന്റ് എക്ക് കറസ്പോണ്ടിങ് ആണ്, ശരിയല്ലേ? 4 into x1 plus 2 into x2. Now this must be greater than or equal to 12. എന്തുകൊണ്ടാണ് greater than or equal to 12? ഒന്നെങ്കിൽ equal to 12 ആയിരിക്കാം, ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ greater than ആയിരിക്കണം, കാരണം ഇത് മിനിമം റിക്വയർമെന്റ് ആണ്. അപ്പൊ ഇതിലും കുറവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ greater than or equal to എടുത്തത്. ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് 12 എടുത്തത്? ആ എലമെന്റ് എക്ക് കറസ്പോണ്ടിങ് മിനിമം റിക്വയർമെന്റ് 12 ആണ്. ഓക്കെ, എലമെന്റ് എന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം ആയിട്ട് പ്രസന്റ് ആയിരിക്കേണ്ട ഗ്രെയിൻസ് 12 ആയിരിക്കണം. അതുകൊണ്ടാണ് 4x1 plus 2x2 greater than or equal to 12. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഈസി ആയി ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ എലമെന്റ് ബിക്ക് കറസ്പോണ്ടിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ 7x1 plus 10x2. It should be greater than or equal to 74. Clear അല്ലോ. അതുപോലെ 2x1 plus 8x2 must be greater than or equal to 24. Clear ആയല്ലോ, ഈ മൂന്നെണ്ണം കിട്ടിയത്. ആൻഡ് ദ ലാസ്റ്റ് കൺസ്ട്രെയിൻ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതെല്ലാം നോൺ നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. സോ കൺസിഡർ ചെയ്ത x1ഉം x2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും വേണം. അത് മാത്രമല്ല ഇപ്പൊ ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്, ആ മൂന്നെണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് കറസ്പോണ്ടിങ് x1 x2 വാല്യൂസ് നമുക്ക് കിട്ടും, പോയിന്റ്സ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഫീസിബിൾ റീജിയൻ എല്ലാം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ 4x1 plus 2x2 greater than or equal to 12 ആണ്. അത് നമ്മൾ ഈക്വൽ ടു ആ ഇക്വാളിറ്റി കൺസിഡർ ചെയ്യാം. കൺസ്ട്രെയിൻസ് എല്ലാം ഇക്വാളിറ്റി കൺസിഡർ ചെയ്യാം. 4x1 plus 2x2 equal to 12. അപ്പോൾ എങ്ങനെയാണ് x1 x2ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഡിസിഷൻ വേരിയബിൾ 0 കൊടുക്കാം, അപ്പോൾ അതർ വേരിയബിൾ കിട്ടും. അപ്പോൾ x1ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2x2 equal to 12 കിട്ടും. അതിന് x2ന്റെ വാല്യൂ നമുക്ക് 6 കിട്ടും. സോ 0 6. ക്ലിയർ ആയോ? ഇത് x1 ആണ്, ഇത് x2 ആണ്. അപ്പോൾ x1ന് 0 കൊടുക്കുമ്പോൾ x2 6ഉം, അതുപോലെ അത് നെക്സ്റ്റ് ഇതേപോലെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്യാം. x2ന് 0 കൊടുക്കാം. ഓക്കെ, x2ന് 0 കൊടുക്കുമ്പോൾ 4x1 equal to 12. അപ്പോൾ x1ന്റെ വാല്യൂ നമുക്ക് 3 കിട്ടും. ഓക്കെ, സോ x2ന് 0 കൊടുത്തപ്പോൾ നമുക്ക് x1 3 കിട്ടി. സോ നമുക്ക് പോയിന്റ്സ് കറസ്പോണ്ടിങ് കിട്ടിയത് എന്താ? 0 6 3 0. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ രണ്ട്, അതായത് xy ആക്സസ് പ്ലോട്ട് ചെയ്തിട്ട് ഇതേപോലെ x1ഉം x2 മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് x1, ഇത് x2. ഇനി 0 6 3 0, അതായത് x1 0 ആൻഡ് x2 6. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലായി. x1 0 പറഞ്ഞാൽ x2ന്റെ ആക്സസ് ആണ് അല്ലെ, x0 പറഞ്ഞാൽ y ആക്സസ് പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ 0 6 എന്നുള്ള പോയിന്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 3 0 പറയുമ്പോൾ ഇതാണ് പോയിന്റ് 3 0. ക്ലിയർ ആയല്ലോ. അപ്പോൾ സോ കറസ്പോണ്ടിങ് ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ കിട്ടും. ഇനി നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് എടുക്കുക. 7x1 plus 10x2 equal to 74. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേരിയബിൾ 0 കൊടുത്തിട്ട് അതർ വേരിയബിൾ കണ്ടുപിടിക്കും. അപ്പോൾ 0 7.4ഉം
നെക്സ്റ്റ് 10.57 x2 0 കൊടുക്കുമ്പോൾ x1 10.57 പോയിന്റ് ഉള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? സോ ഇവിടെ നിങ്ങൾ ശരിക്കും എക്സാക്ട്ലി ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ 0.7.4 ഇവിടെ 0.7.4 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ഓക്കെ 0.7.4 ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടിയത് 10.570 ഓക്കെ ഈ ഒരു പോയിന്റ് ആണ് 10.57,0. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് വൺ 2x1 plus 8x2 equal to 24. അതിൽ അഗെയിൻ x1 0 കൊടുക്കുമ്പോൾ x2 3, x2 ന് 0 കൊടുക്കുമ്പോൾ x1 12. സോ 0 3 12 0. അപ്പോൾ 0 3 ഈ ഒരു പോയിന്റ് ആണ് 0 3. ഓക്കെ അപ്പോൾ നേരത്തെ ഇതേപോലെ ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ലൈനാണ് കേട്ടോ. സോ ദിസ് ലൈൻ ഇസ് കറസ്പോണ്ടിങ് ടു 7x1 plus 10x2 equal to 74. അതേപോലെ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്ത ലൈൻ കൊണ്ട് 4x1 plus 2x2 equal to 12. ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് വൺ 2x1 plus 8x2 equal to 24 ന്റെ പോയിന്റ്സ് ആണ് 0 3യും ഈ ഒരു പോയിന്റും പിന്നെ 12 0. ഓക്കെ ഈ ഒരു പോയിന്റ് 12 0. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ആ കറസ്പോണ്ടിങ് ലൈൻ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഈ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ വന്ന് 2x1 plus 8x2 equal to 24. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയും ഏതാണ്? ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഈ ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ദാറ്റ് മീൻസ് എല്ലാത്തിനും കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ്? എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഇക്വാളിറ്റി എടുത്ത് നമുക്കത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൺസ്ട്രെയിൻസും ശരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ എല്ലാം ലൈൻസിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരും. ഓക്കെ ഇതിന്റെ അബവ് ഇതിന്റെ അബവ് ഇതിന്റെ അബവ്. അപ്പോൾ ഈ മൂന്നിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ? ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ടുള്ള റീജിയൻ അല്ലേ? അതുകൊണ്ടാണ് അത് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെഡിന്റെ ഫംഗ്ഷൻ വാല്യൂ, അതായത് നമുക്ക് മിനിമം നമ്പർ ഓഫ് പിൽസ് റിക്വയർമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മിനിമൈസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയ പോയിന്റ്സ് നോക്കാം. സോ ഇവിടെ പോയിന്റ്സ് നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഈ ഗ്രാഫ് ഞാൻ ഒന്നും കൂടി അത് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന പോയിന്റ്, ബി ആൻഡ് സി, അതായത് എ ബി സി ഈ പോയിന്റ്സിന് മേലുള്ള ആ ഔട്ട്സൈഡ് ഫർദർ റൈറ്റ് റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ അല്ലെ? എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ്. ഇതെന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോയിന്റ് ഇവിടെ ഈ ഫീസിബിൾ റീജിയൻ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും കോമൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ലാസ്റ്റ് വരുന്ന ഈ ഒരു പോർഷൻ കൂടി റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കണം. ഓക്കെ ആ പോർഷന്റെയും കൂടി റൈറ്റ് സൈഡിലായിരിക്കും ഫീസിബിൾ റീജിയൻ വരാം, എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള. നെക്സ്റ്റ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ഓൾറെഡി നമുക്കറിയാം അല്ലെ? നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുപോലെ സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ല, ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോമൺ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ലൈൻസിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. കാരണം എന്താ? ഈ രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്ന സെയിം പോയിന്റ് അല്ലേ? അപ്പൊ ആ കറസ്പോണ്ടിങ് എക്സ് വൈ വാല്യൂ രണ്ട് ഇക്വേഷൻസിനും കോമൺ ആയിരിക്കും. ശരിയാണല്ലോ? അപ്പൊ ആ രണ്ട് ഇക്വേഷൻസിനും ആ സെയിം എക്സ് വൈ വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എക്സിന്റെ വൈയുടെയും വാല്യൂസ് ആണ് നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? സോ ഈ കറസ്പോണ്ടിങ് ലൈൻ ഇപ്പൊ ഏതൊക്കെ രണ്ട് ലൈൻസാണ് മീറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ രണ്ട് ലൈൻസ് മനസ്സിലായോ? അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് 7x1 plus 10x2 equal to 74 ഉം പിന്നെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ, അതായത് 2x1 plus 8x2 equal to 24. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് ലൈൻസ് ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് x1 9.6 ഉം x2 0.6 ഉം കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെ ലൈൻസാണ് മീറ്റ് ചെയ്യണേ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. ഇനി നമുക്ക് സെഡിന്റെ വാല്യൂസ് കാണാം. x1 plus x2 ആണ് സെഡ് അല്ലെ? അപ്പോൾ കറസ്പോണ്ടിങ് x1 0 x2 7.4 അതാണ് പോയിന്റ് എ. അപ്പോൾ ഈ കോർണർ പോയിന്റ്സിൽ എല്ലാത്തിലും സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം ഫീസിബിൾ റീജിയന്റെ പോയിന്റ്സ് ആണത്. അപ്പോൾ 0 plus 7.4 7.4 തന്നെ കിട്ടും. നെക്സ്റ്റ് ഇതേപോലെ x1 plus x2 9.6 plus 0.6 that is 10.2.
ലാസ്റ്റ് വൺ 12 പ്ലസ് 0 കിട്ടും, ദാറ്റ് ഇസ് 12. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. z മിനിമം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ 7.4 ആണ് അറ്റ് ദ പോയിന്റ് എ 0,7.4. പക്ഷേ അതായത് നമ്പർ ഓഫ് പിൽസ് ഓഫ് സൈസ് എ ഈ അറ്റ് ദ പോയിന്റ് 0,7.4 എന്ന് പറയുന്നത് x1 0 x2 7.4 ആണ്. x1 എന്ന് പറയുന്നത് സൈസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പിൽസ്. അപ്പോൾ ഇവിടെ അത് 0 അല്ലേ. ആൻഡ് x2 എന്ന് പറയുന്നതോ നമ്പർ ഓഫ് പിൽസ് ഓഫ് സൈസ് ബി എന്താ 7.4. ഈ 7.4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുക 8 എന്നുള്ള കൗണ്ട് എടുക്കാം. ജസ്റ്റ് ഹയർ, നെക്സ്റ്റ് ഹയർ. അപ്പോൾ 8 പിൽസ്. Therefore, minimum number of pills അപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് കിട്ടാൻ എത്രയാണ് ഒരു പേഷ്യൻ്റ് എടുക്കേണ്ടത്? 8 ആണ് ആൻസർ. Next question. An automobile manufacturer makes automobiles and trucks in a factory which is divided into two shops. അതായത് ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ ഓട്ടോമൊബൈൽസും ട്രക്സും ഒരു ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 ഷോപ്സിലായിട്ടാണ്. അപ്പോൾ ഷോപ്പ് എ ആൻഡ് ഷോപ്പ് ബി ഉണ്ട്. ഷോപ്പ് എ വിച്ച് പെർഫോം ദ ബേസിക് അസംബ്ലി ഓപ്പറേഷൻ. അപ്പോൾ ഈ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് ആണ് 2 ഷോപ്സിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷോപ്പ് എയിൽ നടക്കുന്നത് ബേസിക് അസംബ്ലി ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, operation must work 5 man days on each truck but only 2 man days on each automobile. ഇതിന്റെ മീനിങ് എന്താ? അതായത് ബേസിക് അസംബ്ലി ഓപ്പറേഷൻ നടക്കുന്നത് ഷോപ്പ് എയിലാണ്. അപ്പോൾ നമുക്കറിയാം ട്രക്കും പിന്നെ ഓട്ടോമൊബൈലും ഇങ്ങനെയാണ് 2 സെറ്റായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ട്രക്കിന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ ബേസിക് അസംബ്ലി ഓപ്പറേഷന് 5 man days എന്തായാലും വർക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അതുപോലെ അതായത് അത്രയും ഡേയ്സ് ബേസിസിലാണ്, മാൻ ഡേയ്സിലെ ബേസിസിലാണ് പറയുന്നത്. ബട്ട് ഓൺലി 2 man days ഓൺ ഈച്ച് ഓട്ടോമൊബൈൽ. അപ്പോൾ ഒരു ഓട്ടോമൊബൈലിന് 2 man days മതി, പക്ഷെ ഒരു ട്രക്കിന് 5 man days വേണം. അതുപോലെ ഷോപ്പ് ബി, അപ്പോൾ ബേസിക് അസംബ്ലി ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഷോപ്പ് ബി പെർഫോം ചെയ്യുന്നത് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആണ്. ക്ലിയർ ആയി? ഫിനിഷിംഗ് ഓപ്പറേഷൻസ് വിച്ച് മസ്റ്റ് വർക്ക് 3 man days for each automobile or truck which it produces. അപ്പോൾ ഇത് കോമൺ ആണ്, 3 man days തന്നെയാണ്. അത് ഓട്ടോമൊബൈലിനായാലും ട്രക്കിനായാലും സെയിം തന്നെ. ബിക്കോസ് ഓഫ് മെൻ ആൻഡ് മെഷീൻ ലിമിറ്റേഷൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ മെൻ ആൻഡ് മെഷീൻ ഓക്കെ 2 റിക്വയർമെന്റ് ആണ് ഇതെല്ലാം മാനുഫാക്ചറിങ് പർപ്പസിനും. അപ്പോൾ ഈ മെൻ ആൻഡ് മെഷീൻ ലിമിറ്റേഷൻസ് കാരണം ഷോപ്പ് എ ഹാസ് 180 man days per week available. അപ്പോൾ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഷോപ്പ് എക്ക് 180 man days ആണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഷോപ്പ് ബിക്ക് 135 man days per week ആണ് കേട്ടോ. ഒരു വീക്കിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഷോപ്പ് എക്ക് 180 man days അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഷോപ്പ് ബിക്ക് 135 man days മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. If the manufacturer makes a profit of ₹300 on each truck and ₹200 on each automobile. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ ട്രക്കിനും 300 rupees-ഉം ഓരോ ഓട്ടോമൊബൈലിനും 200 rupees-ആണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. ഹൗ മെനി ഓഫ് ഈച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. അപ്പോൾ പെർ ട്രക്ക് പെർ ഓട്ടോമൊബൈലാണ് പ്രോഫിറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോസസ് ചെയ്യണം, അതായത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം ഇതേപോലെ ട്രക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് അപ്പോൾ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എത്ര ഓട്ടോമൊബൈൽ ട്രക്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പ്രോബ്ലം ക്ലിയർ ആയല്ലോ? നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതേപോലെ ടാബ്ലർ ഫോമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഷോപ്പ് എ, ഷോപ്പ് ബി, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ 2 സെറ്റ്, അതായത് ഒന്ന് ഓട്ടോമൊബൈലും ഒന്ന് ട്രക്കാണുള്ളത്, പിന്നെ അവൈലബിലിറ്റി ആണുള്ളത്. ഇനി നമുക്കിത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഷോപ്പ് എയുടെ കറസ്പോണ്ടിങ് ഓട്ടോമൊബൈലിന്റെ 2 man days-ഉം ഷോപ്പ് ബിയുടെ 3 man days-ഉം. നമുക്കറിയാം ഷോപ്പ് എയിൽ ഇതുപോലെ ബേസിക് അസംബ്ലി ഓപ്പറേഷൻസ്, ഷോപ്പ് ബിയിൽ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആണ് അല്ലെ. ബേസിക് എന്ന് കൊടുത്താലും മതി. ബേസിക് അസംബ്ലി ഓപ്പറേഷൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. ബേസിക് അസംബ്ലി ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഷോപ്പ് എയിൽ. അതുപോലെ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആണ് ഷോപ്പ് ബിയിൽ നടക്കുന്നത്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് മാൻ ഡേയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് 2, 3. ഓക്കെ, ട്രക്സിന് 5, 3. ഇപ്പോൾ 3 എന്ന് പറയുന്നത് ഫിനിഷിംഗ് ഓപ്പറേഷൻസിന്, അതിപ്പോൾ ഓട്ടോമൊബൈൽ ആണെങ്കിലും ട്രക്ക് ആണെങ്കിലും 3 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഓട്ടോമൊബൈലിന്റെ കേസിൽ 2 ആൻഡ് ട്രക്കിന്റെ കേസിൽ 5 മാൻഡേറ്റ്സ് ആണ് ഷോപ്പ് എയുടെ കേസിൽ വരിക. ഇനി പ്രോഫിറ്റ് പെർ ഓട്ടോമൊബൈൽ 200 പെർ ട്രക്ക് 300 ആണ് മേക്ക് ചെയ്യുന്നത്. ഇനി മെൻ ആൻഡ് മെഷീൻ, ഇതേപോലെ മെൻ ആൻഡ് മെഷീൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 180 മാൻ ഡേയ്സ് പെർ വീക്കും 135 മാൻ ഡേയ്സ് പെർ വീക്കുമാണ് അവൈലബിലിറ്റി നമുക്ക് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിഷൻ വേരിയബിൾസ് ചൂസ് ചെയ്യണം. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് രണ്ടെണ്ണം ഉള്ളത്, ഓട്ടോമൊബൈൽസും ട്രക്സും അല്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കുക. നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ടു ബി പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക് ബേസിസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ടു ബി പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക്. ഇനി x2 അതുപോലെ നമ്പർ ഓഫ് ട്രക്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക്. ഈ എന്തുകൊണ്ടാണ് ഓട്ടോമൊബൈൽസും ട്രക്സാണ് നമ്പറായിട്ട് എടുക്കേണ്ടത്? കാരണം നമുക്കിപ്പോൾ എന്തായാലും പ്രോഫിറ്റ് ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ട്രക്സും എത്ര ഓട്ടോമൊബൈൽസും പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ മാനുഫാക്ചററിന്റെ, അതാണ് പ്രോബ്ലം. അപ്പോൾ നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക് x1 അതുപോലെ x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രക്സ് പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. അവൈലബിലിറ്റിയും പെർ വീക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കാം. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ് അല്ലെ. സെഡിനെ മാക്സിമൈസ് ചെയ്യുക. എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓട്ടോമൊബൈലിന് പെർ ഓട്ടോമൊബൈൽ 200 പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 200 ഇൻറ്റു x1 എടുക്കണം. ക്ലിയർ ആയല്ലോ? കാരണം x1 നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ഇൻറ്റു x1 ഇതാണ് പെർ ഓട്ടോമൊബൈൽ പ്രോഫിറ്റ്. അതുപോലെ പെർ ട്രക്ക് പ്രോഫിറ്റ് ആണ് 300. ദെൻ x2 ട്രക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇൻറ്റു x2, അപ്പോൾ 300 x2. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിരിക്കും z മാക്സ്, അതായത് പ്രോഫിറ്റ്. അപ്പോൾ 200 x1 പ്ലസ് 300 x2 ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അതാണ് നമ്മുടെ LPP. ഇനി സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ഇനി കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഈസിയാണ്. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഓട്ടോമൊബൈലും ട്രക്കും ഇതേപോലെ ഷോപ്പ് എ, ഷോപ്പ് ബി, ഓൾസോ നമ്മൾ ആ അവൈലബിലിറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അവൈലബിലിറ്റി. അപ്പോൾ നമുക്ക് ഓട്ടോമൊബൈലിൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ ഷോപ്പ് എക്ക് അതായത് നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് x1 നമ്പർ ഓഫ് ട്രക്സ് x2 എടുത്തിരിക്കണം അല്ലേ. ഇപ്പോൾ ഷോപ്പ് എക്ക് കറസ്പോണ്ടിങ് 2 മാൻഡേയ്സും പിന്നെ ഇവിടെ 5 അല്ലേ, ട്രക്കിന് കറസ്പോണ്ടിങ് 5 മാൻഡേയ്സും. അതുപോലെ ബിയിൽ രണ്ടും സെയിം ആണ്, 3 മാൻഡേയ്സ് 3 മാൻഡേയ്സ്. ഇനി അവൈലബിലിറ്റി പെർ വീക്ക് തന്നിരിക്കുന്നത് 180 ഷോപ്പ് എയുടെ, അതുപോലെ ഷോപ്പ് ബിയുടെ 135. അപ്പോൾ ഈ ഒരു ടാബ്ലർ ഫോം ബേസ് ചെയ്ത് നമുക്ക് കൺസ്ട്രെയിൻസ് ഇതുപോലെ ഫോം ചെയ്യാൻ ഈസിയാണ് അല്ലേ. അപ്പോൾ 2x1 പ്ലസ് 5x2 ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു? കാരണം നമുക്ക് മാക്സിമം അവൈലബിലിറ്റി 180 ആണ്. അപ്പോൾ അതിലും കൂടുതൽ അവൈലബിൾ അല്ല. സോ ഒന്നെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ 3x1 പ്ലസ് 3x2 ലെസ് ദാൻ ഈക്വൽ ടു 135. ഇനി ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് കൺസിഡർ ചെയ്യാം. x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് x1 x2 ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൺസ്ട്രെയിൻസ് എടുക്കുക. രണ്ട് കൺസ്ട്രെയിൻസ് 2x1 പ്ലസ് 5x2 ഇക്വാലിറ്റി ആയിട്ട് എടുക്കുക, ഈക്വൽ ടു 180. 3x1 പ്ലസ് 3x2 ഈക്വൽ ടു 135 എടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ x1 0 കൊടുക്കുമ്പോൾ x2 36, x2 0 കൊടുക്കുമ്പോൾ x1 നമുക്ക് 90 കിട്ടും ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അതേപോലെ തന്നെ 3x1 പ്ലസ് 3x2 ഈക്വൽ ടു 135. ഇതിൽ x1 0 കൊടുക്കുമ്പോൾ x2 45, x2 0 കൊടുക്കുമ്പോൾ x1 45. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് പോയിന്റ്സ് കിട്ടി അല്ലേ. ഇവിടെ 0,36, 90,0, ഹിയർ 0,45, 45,0. ഇതാണ് 4 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ആദ്യം 0,36. അപ്പോൾ 0,36 ഈ ഒരു പോയിന്റ്, അതുപോലെ 90, 0. ഓക്കെ, അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഈ ഒരു ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2x1 പ്ലസ് 5x2 ഈക്വൽ ടു 180. നെക്സ്റ്റ് 0, 45, 45, 0. ഓക്കെ, അതാണ് ഈ രണ്ട് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അത് കറസ്പോണ്ടിങ് 3x1 പ്ലസ് 3x2 ഈക്വൽ ടു 135. ക്ലിയർ ആയോ?
ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180, 135 അങ്ങനെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ ഇന്നർ റീജിയൻ. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഇൻസൈഡ് റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. എന്തായാലും ഇങ്ങോട്ട് വരില്ല, കാരണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ്. ക്ലിയർ ആയല്ലോ? സോ ഈ രണ്ട് റീജിയൻസിന് കോമൺ ആയിട്ടുള്ള റീജിയൻ ആണത്. അതാണ് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇപ്പോൾ ഫീസിബിൾ റീജിയൻ ഇവിടെ പോയിന്റ്സ് നോക്കിയാൽ അറിയാം. എ ഇത് ഓൾറെഡി നമുക്കറിയാം. സി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. എയും സിയും നമുക്കറിയാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ് ബി ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് ഈ രണ്ട് ലൈൻസും സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന x1ന്റെയും x2ന്റെയും വാല്യൂസ് അതാണ് ബി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് 15ഉം 30. ഓക്കെ, ഇനി നമുക്ക് എല്ലാ പോയിന്റ്സും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ O എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിൻ ആണ് 0, 0. A എന്ന് പറയുന്നത് 036, B എന്ന് പറയുന്നത് 1530 ആൻഡ് C എന്ന് പറയുന്നത് 450. ഇനി Z എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ അല്ലേ? അതിൽ ഈ കറസ്പോണ്ടിങ് x1 x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 200 into 0 plus 300 0 0. x1 x1 0 x2 36 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ അപ്പോൾ നമുക്ക് 10,800 കിട്ടും. നെക്സ്റ്റ് 15,30. x1 15 x2 30 കൊടുക്കാം. So we'll get 12,000. Last one x1 45 x2 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് 9,000 കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യം എന്താ? Z നെ മാക്സിമൈസ് ചെയ്യണം. ദാറ്റ് ഈസ് വി മസ്റ്റ് മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമം ഒക്കെ അറിയുന്നത് ഈ പോയിന്റ്സ് കമ്പയർ ഈ വാല്യൂസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 12,000 ആണ് മാക്സിമം പ്രോഫിറ്റ് അല്ലേ? അതും ഒക്കെ അറിയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് 15,30. അതായത് x1 15ഉം x2 30. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. x1 എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഓട്ടോമൊബൈൽസ് പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക് ആണ്, അത് 15ഉം x2 നമ്പർ ഓഫ് ട്രക്സ് പെർ വീക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 30. അപ്പോൾ ഇതായിരിക്കണം നമുക്ക് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട മാനുഫാക്ചർ ചെയ്യേണ്ട ഒരു നമ്പർ. എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കുള്ളൂ. അതും പ്രോഫിറ്റ് ആ മാക്സിമം പ്രോഫിറ്റ് വാല്യൂ എന്താണ്? 12,000 rupees ആണ്. Next question. A furniture manufacturer makes two products, chairs and tables, with the help of two machines A and B. അപ്പോൾ ചെയർ ആൻഡ് ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതും രണ്ട് മെഷീൻസ് A and B യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. A chair requires 2 hours on machine A and 6 hours on machine B. അപ്പോൾ ആക്ച്വലി ചെയറിന് ഇതുപോലെ 2 hours-ഉം അതുപോലെ ടേബിളിന് 6 hours ആണ് ഉള്ളത്. അതായത് മെഷീൻ എക്കും മെഷീൻ ബിക്കും. ചെയർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എയുടെ 2 hours-ഉം ബി ഇതുപോലെ ടേബിളിന് ബി മെഷീൻ ആവശ്യമുള്ളത് 6 hours ആണ് അല്ലേ? ക്ലിയർ ആയല്ലോ? 2 and 6. മെഷീൻ എയുടെ 2 hours റിക്വയർഡ് ആണ്, അതുപോലെ മെഷീൻ ബിയുടെ 6 hours-ഉം ആവശ്യമുണ്ട്. അതുപോലെ ടേബിളിന്റെ റിക്വയർമെന്റ് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതായത് മെഷീൻ എയിൽ 5 hours തന്നെയാണ് റിക്വയർമെന്റ്, മെഷീൻ ബിയിൽ 1 hour ആണ്. ഓക്കെ, 1 hour ആണ്. പിന്നെ ഒരു ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യാനുണ്ട്, സ്കിപ്പായി പോയതാണ്, സോറി. അതായത് നമുക്കിപ്പോൾ മെഷീൻ എ ആൻഡ് ബിയുടെ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് മെഷീൻ എ നമുക്ക് പെർ ഡേ 16 hours അവൈലബിൾ ഉള്ളൂ, 16 hours പെർ ഡേ. അതുപോലെ മെഷീൻ ബിയുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 30 hours പെർ ഡേ ആണ്. ക്ലിയർ ആയി? ആക്ച്വലി അത് ആ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പായി പോയതാണ്, സോറി. അപ്പോൾ നമുക്ക് ഈ 30 hours ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ആ മെഷീൻ ലിമിറ്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ചെയർ ആൻഡ് ടേബിളിൻ്റെ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക. ചെയർ, ടേബിൾ, ഇപ്പോൾ മെഷീൻ എയും മെഷീൻ ബിയും. ഇപ്പോൾ മെഷീൻ എ ചെയറിൻ്റെ കേസ് ആണെങ്കിൽ മെഷീൻ എയുടെ എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്? 2 hours ആണ് അല്ലേ? അതുപോലെ ടേബിളിനാണെങ്കിൽ 5 hours ആണ് വേണ്ടത് മെഷീൻ എയിൽ. നെക്സ്റ്റ് ഇതുപോലെ ചെയറിൻ്റെ കേസിൽ 6 hours ആണ് മെഷീൻ ബിയിൽ. ഓക്കെ, പക്ഷേ ടേബിളിൻ്റെ കേസിൽ 1 hour മതി. ക്ലിയർ ആയോ? ഈ ഒരു 1 hour. ഇനി അവൈലബിലിറ്റി, അതായത് മെഷീൻ എയുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പെർ ഡേ 16 hour പെർ ഡേയും, അതുപോലെ ബി എന്ന് പറയുന്നത് 30 hours പെർ ഡേ. ഇതാണ് അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇതും ഒരു കൺസ്ട്രെയിൻറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി നമുക്ക് LPP ഫോം ചെയ്യണം. കൺഫ്യൂസ്ഡ് ആവണ്ട, സോറി, ഇത് സ്കിപ്പായി പോയതാണ്.
നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ഗെയിൻ ബൈ ദ മാനുഫാക്ചറർ ഫ്രം എ ചെയർ ആൻഡ് എ ടേബിൾ ഇസ് ₹2 and 10 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആക്ച്വലി ഒരു ചെയറിന് ₹2 അതുപോലെ ഒരു ടേബിളിന് ₹10 ആണ് പെർ ചെയറും പെർ ടേബിളും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർമുലേറ്റ് ദിസ് പ്രോബ്ലം ആസ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യണം ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ മാനുഫാക്ചറർ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിനെ LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് LPP ഫോം ചെയ്യാം. നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യില്ലേ? ആദ്യം ഡിസിഷൻ വേരിയബിൾസ് ചൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യുക, പിന്നെ ബേസ്ഡ് ഓൺ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് ഇൻക്ലൂഡിങ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്, പിന്നെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത്രയും മതി ഈ ഒരു പ്രോബ്ലത്തിന്. ബാക്കി നിങ്ങൾ ഫർദർ സ്റ്റെപ്സ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് മാക്സിമം കാണാൻ അത് ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഏതാ കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം ക്ലിയർ ആയി സ്പെസിഫിക് ആയി കണ്ടുപിടിക്കാം. നമുക്ക് സൊല്യൂഷൻ നോക്കാം. അതായത് ആദ്യം തന്നെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് ഒരു LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ദ ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ നീറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഇതുപോലെ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ, പ്രസന്റ് ചെയ്യണം, എങ്കിൽ മാത്രം മാർക്സ് കിട്ടുള്ളൂ. ഡിഫൈൻ ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ x1 എന്ന് പറയുന്നത് നമുക്കറിയാം ചെയർ ആൻഡ് ടേബിൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ x1 നമ്പർ ഓഫ് ചെയർസ് പ്രൊഡ്യൂസ്ഡും അതുപോലെ x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേബിൾസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് രണ്ടെണ്ണം കിട്ടി. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമുക്കറിയാം ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ആണ് അല്ലെ. അതുമാത്രമല്ല പ്രോഫിറ്റ് പെർ ചെയർ ₹2 പ്രോഫിറ്റ് പെർ ടേബിൾ ₹10 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 2 × x1 + 10 × x2. കാരണം x1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ചെയറിന്റെയും അതുപോലെ x2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടേബിളിന്റെയാണ്. അപ്പോൾ പെർ ചെയർ 2 പെർ ടേബിൾ 10 ആണ് പ്രോഫിറ്റ്. സോ 2x1 + 10x2 ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി അത് മാത്രമല്ല ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫൈനലി എന്താണ്? z-നെ മാക്സിമൈസ് ചെയ്യണം. അതായത് 2x1 + 10x2 ഈ പറയുന്ന ഫംഗ്ഷൻ z-നെ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. ഇനി കൺസ്ട്രെയിൻസ് നോക്കാം. എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ്? രണ്ട് അതായത് മെഷീൻ എയുടെ കൺസ്ട്രെയിൻറ്റും മെഷീൻ ബിയുടെ കൺസ്ട്രെയിൻറ്റും. അത് എ ചെയർ റിക്വയർസ് 2 hours ഓക്കെ ആൻഡ് എ ടേബിൾ റിക്വയർസ് 5 hours ഓൺ മെഷീൻ എ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ മെഷീൻ എയുടെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റ് ആണ് എടുക്കുന്നത്. അതും ചെയർ ആൻഡ് ടേബിളിൻ്റെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്? ചെയറിൻ്റെ x1ഉം ടേബിളിൻ്റെ x2 ആൻഡ് ചെയറിന് കറസ്പോണ്ടിങ് 2 hours ടേബിളിന് കറസ്പോണ്ടിങ് 5 hours. അപ്പോൾ 2x1 + 5x2. ഇനി ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ? ഒരു ഡേയിൽ 16 hours ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് മാക്സിമം ലിമിറ്റ് ആണ് 16 hours പെർ ഡേ. 16 hours അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ 2x1 + 5x2 ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഈക്വൽ ടു 16. ഇതേപോലെ മെഷീൻ ബിയുടെ കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ചെയ്യാം. ചെയർ റിക്വയർസ് ഒരു ചെയറിന് 6 hours ഒരു ടേബിളിന് 1 hour ആണുള്ളത് മെഷീൻ ബിയിൽ. ഓക്കെ ആൻഡ് അവൈലബിലിറ്റി എന്താ? 30 hours പെർ ഡേ ആണ് ബിക്ക് പറ്റുക അവൈലബിൾ ആയിരിക്കാം. സോ 6x1 + x2 ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഓക്കെ ലെസ് ദാൻ ഈക്വൽ ടു 30. ഈ ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എടുക്കണം. അതായത് നമ്പർ ഓഫ് ചെയർസും നമ്പർ ഓഫ് ടേബിൾസും എന്തായാലും നമ്മൾ നോൺ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം എന്തായാലും നെഗറ്റീവ് ആയിരിക്കില്ലല്ലോ. നമ്പർ ഓഫ് ചെയർസ് നമ്പർ ഓഫ് ടേബിൾസ് അല്ലേ. അപ്പോൾ അതൊരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല. സോ both must be positive. x1 > 0 x2 > 0. ഈ ഫൈനലി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് സമ്മറി ഓഫ് LPP എന്താ? മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ. z = 2x1 + 10x2 subject to the constraints 2x1 + 5x2 <= 16, 6x1 + x2 <= 30 and last one non-negative constraints x1 and x2 greater than or equal to 0. Next problem, a person requires 10, 12 and 12 units of chemicals A, B and C respectively for herbal garden. അപ്പോൾ ഒരു പേഴ്സന്റെ റിക്വയർമെന്റ് ആണ്. റിക്വയർമെന്റ് അതായത് A, B and C 3 കെമിക്കൽസ്. ഓക്കെ അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് ആണ് 10, 12, 12 ആവശ്യമുള്ളത്. ലിക്വിഡ് പ്രോഡക്റ്റ് അതായത് രണ്ട് പ്രോഡക്ട്സ് ആയിട്ടാണുള്ളത്. ലിക്വിഡ് പ്രോഡക്റ്റ് ആയിട്ടും ഡ്രൈ പ്രോഡക്റ്റ് ആയിട്ടും. ഇപ്പോൾ ലിക്വിഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജാർ ബേസ് ചെയ്തിട്ടും ഡ്രൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർട്ടൺസ് ബേസ് ചെയ്തിട്ടാണ്. കാർട്ടൺസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ലിക്വിഡ് പ്രോഡക്റ്റിൽ എത്ര യൂണിറ്റ്സ് ഓഫ് A, B and C കെമിക്കൽസ് ഉണ്ട് പറയാം. 5, 2 and 1 യൂണിറ്റ്സ് ഓഫ് A, B and C കെമിക്കൽസ് ആണ് ഒരു ജാർ പെർ ജാർ ഉള്ളത്. അതുപോലെ ഡ്രൈ പ്രോഡക്റ്റിൽ 1, 2 and 4
അത്രയും യൂണിറ്റ്സ് ആണ് എ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി കേട്ടോ. എയുടെ 1 യൂണിറ്റ്, ബിയുടെ 2 യൂണിറ്റ്സ്, അതുപോലെ സിയുടെ 4 യൂണിറ്റ്സ് പെർ കാർട്ടൺ ആയിട്ടുള്ളത്. ഇഫ് ദ ലിക്വിഡ് പ്രോഡക്റ്റ് സെൽസ് ഫോർ ₹3 per jar, ഇപ്പോൾ ലിക്വിഡ് പ്രോഡക്റ്റിന്റെ സെയിൽ എന്ന് പറയുന്നത് ₹3 per ജാറും അതുപോലെ ഡ്രൈ പ്രോഡക്റ്റിന്റെ ₹2 per carton ആണെങ്കിൽ ഹൗ മെനി ഓഫ് ഈച്ച് ഷുഡ് ബി പർച്ചേസ്ഡ് ടു മിനിമൈസ് ദ കോസ്റ്റ് ആൻഡ് മീറ്റ് ദ റിക്വയർമെന്റ്സ്? അങ്ങനെയാണെങ്കിൽ എത്ര ഇതുപോലെ ജാർ ഡ്രൈ, അതായത് ജാർ കാർട്ടൺ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലിക്വിഡ് ഡ്രൈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം ടു മിനിമൈസ് ദ കോസ്റ്റ്? കോസ്റ്റ് മിനിമം തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യണം. റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പേഴ്സന്റെ റിക്വയർമെന്റ് എന്താ? 10 യൂണിറ്റ്സ് ഓഫ് എ, 12 യൂണിറ്റ്സ് ഓഫ് ബി ആൻഡ് 12 യൂണിറ്റ്സ് ഓഫ് സി കെമിക്കൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിക്വയർമെന്റ് മെൻഷൻ ചെയ്യാം. എ ബി ആൻഡ് സി കെമിക്കൽസിന്റെ 10, 12 യൂണിറ്റ്സ് ആണ് റിക്വയർമെന്റ്. അതിൽ ലിക്വിഡ് പ്രോഡക്റ്റിൽ ഉള്ളത് എയുടെ 5 യൂണിറ്റ്സ്, ബിയുടെ 2 യൂണിറ്റ്സ്, സിയുടെ 1 യൂണിറ്റ്. സിമിലർലി ഡ്രൈ പ്രോഡക്റ്റിന്റെ 1 യൂണിറ്റ് എ, 2 യൂണിറ്റ്സ് ബി ആൻഡ് 4 യൂണിറ്റ്സ് സി. ഇതാണ് ഉള്ളത്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിഷൻ വേരിയബിൾസ് സെലക്ട് ചെയ്യാം. അതായത് x1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ലിക്വിഡ് പ്രോഡക്റ്റ് ജാർസിലാണ്. അപ്പോൾ നമ്പർ ഓഫ് ജാർസ് ഓഫ് ലിക്വിഡ് പ്രോഡക്റ്റ് x1 ആയിട്ട് എടുക്കാം. അതുപോലെ നമ്പർ ഓഫ് കാർട്ടൺസ് ഓഫ് ഡ്രൈ പ്രോഡക്റ്റ്, നമ്പർ ഓഫ് കാർട്ടൺസ് നമ്മൾ അതാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈ പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് കാർട്ടൺസ് നമ്മൾ x2 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് x1 ഉം x2. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം അല്ലെ. സോ വി മസ്റ്റ് മിനിമൈസ് ദ കോസ്റ്റ്, അതായത് z മസ്റ്റ് ബി മിനിമം. ഇനി z എങ്ങനെയാണ് ഫംഗ്ഷൻ എടുക്കേണ്ടത്? 3x1 + 2x2. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജാർസ് ആണ്. പെർ ജാർ ₹3 ആണ് സെയിൽ. അതുപോലെ പെർ കാർട്ടൺ ₹2 ആണ് സെയിൽ. അതുകൊണ്ട് 3x1 + 2x2 ഇതാണ് കോസ്റ്റ്. അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡാറ്റ ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ടാബ്ലർ ഫോമിൽ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം തന്നെ റിക്വയർമെന്റ് ആണ്, പേഴ്സൺ റിക്വയർമെന്റ്സ്. ഇതേപോലെ 10, 12, 12, അതായത് എ ബി സി കെമിക്കൽസ് എ ബി സി ആണ്. അതിൽ ലിക്വിഡ് ആൻഡ് ഡ്രൈ പ്രോഡക്ട്സ് ആണ് രണ്ട് സെറ്റ്. ലിക്വിഡ് എന്ന് പറയുന്നത് 5, 2, 1 ആൻഡ് നെക്സ്റ്റ് വൺ 1, 2, 4. ഇതാണ് നമുക്ക് ഉള്ള, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്ട്രെയിൻസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ റിക്വയർമെന്റ്സ് ഇത് മിനിമം റിക്വയർമെന്റ്സ് ആണ്, അത് ശ്രദ്ധിക്കണം. സോ മിനിമം റിക്വയർമെന്റ്സ് ആണ് 12. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേസ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇനി x1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് ജാർസും, അതായത് ലിക്വിഡിന്റെ. ഓൾസോ x2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് കാർട്ടൺസ്, അതായത് ഡ്രൈ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇനി കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 5x1 + x2, 5x1 + x2 രണ്ടും കൂടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് അല്ലേ. 5x1 + x2. അപ്പോൾ ഇത് x1 ആണ്, ഇത് x2 ആണ്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇതിപ്പോൾ എയുടെ ബേസ് ചെയ്തിട്ട് പറയണം കേട്ടോ. എ കെമിക്കലിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. കാരണം 10 എന്ന് പറയുന്നത് മിനിമം റിക്വയർമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ 5x1 + x2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അടുത്തത് എങ്ങനെയാണ് വരിക? 2x1 + 2x2, 2x1 + 2x2 should be greater than or equal to 12. അതുപോലെ x1 + 4x2 should be greater than or equal to 12. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ഈ മൂന്ന് കൺസ്ട്രെയിൻസ് കിട്ടുന്നത്. ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ബോത്ത് മസ്റ്റ് ബി, അതായത് x1 and x2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ കൺസ്ട്രെയിൻസ് എല്ലാം ഇക്വാളിറ്റി ഫോമിൽ എടുക്കാം. 5x1 + x2 = 10. So x1 0 ആകുമ്പോൾ x2 10, x2 0 ആകുമ്പോൾ x1 2 കിട്ടും. So 0, 10, 2, 0 പോയിന്റ്സ്. നെക്സ്റ്റ് വൺ 2x1 + 2x2 = 12. അതിൽ x1 0 കൊടുക്കുമ്പോൾ x2 6, x2 0 കൊടുക്കുമ്പോൾ x1 6 കിട്ടും. 0, 6 ഉം 6, 0. സിമിലർലി ലാസ്റ്റ് വൺ x1 + 4x2 = 12. x1 0 കൊടുക്കുമ്പോൾ x2 3 ഉം x2 ന് 0 കൊടുക്കുമ്പോൾ x1 12 ഉം. അപ്പോൾ 0, 3, 12, 0 പോയിന്റ്സ് കിട്ടി. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ 5x1 + x2 = 10. So 0, 10, 2, 0 ഇതാണ് പോയിന്റ്സ് കേട്ടോ. 0, 10, 2, 0. 0, 10 പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആൻഡ് 2, 0 കിട്ടിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ ലൈന് കറസ്പോണ്ടിങ് അത് പ്ലോട്ട് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് 0, 6, 6, 0. ഓക്കെ, 0, 6, 6, 0 അഗെയിൻ ഈ ലൈന് കറസ്പോണ്ടിങ് പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ ജോയിൻ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് വൺ 0, 3, 12, 0. 0, 3, 12, 0 അഗെയിൻ അതും പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാം.
എങ്ങനെയാണ് ഇനീക്വാളിറ്റി ഉള്ളത്? ഇനീക്വാളിറ്റി ഉള്ളത് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. കാരണം മിനിമം റിക്വയർമെന്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും റൈറ്റ് സൈഡ്. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഏറ്റവും റൈറ്റ് മോസ്റ്റ് റീജിയൻ എടുക്കും. ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? കറസ്പോണ്ടിങ് ഏതൊക്കെ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യണം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ്. സോ ഇവിടെ പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഫീസിബിൾ റീജിയന്റെ എ എന്ന് പറയുന്ന പോയിന്റ്, ബി, സി ആൻഡ് ഡി. ഇപ്പൊ ഡി നമുക്കറിയാം, എ അറിയാം, ബി ആൻഡ് സി കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ബി ആൻഡ് സി കണ്ടുപിടിക്കാൻ ഈ രണ്ട് ലൈൻസ്, അതായത് 2x1 + 2x2 = 12 അതുപോലെ 5x1 + x2 = 10. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആണ് ബി വാല്യൂ. അതുപോലെ സി എന്ന് പറയുന്നത് 2x1 + 2x2 = 12 ആൻഡ് x1 + 4x2 = 12. ഈ രണ്ട് ലൈൻസ് അല്ല മീറ്റ് ചെയ്യുന്നത്. സോ അത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് സി. ലാസ്റ്റ് വൺ ഇതേപോലെ പോയിന്റ്സ് കിട്ടിയത് മാർക്ക് ചെയ്യുക. എ, ബി, സി, ഡി. ഓക്കെ, എ ആൻഡ് ഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ 0, 10, 12, 0. ബി ആൻഡ് സി ഞാൻ പറഞ്ഞ പോലെ കൺസേൺ ലൈൻസ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന പോയിന്റ്സ് 1, 5, 4, 2. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന് കറസ്പോണ്ടിങ് z, അതായത് 3x1 + 2x2 ആണ് z. ഇനി നമുക്ക് മിനിമം കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എല്ലാ പോയിന്റ്സിലും കറസ്പോണ്ടിങ് z കണ്ടുപിടിക്കാം. 3x1 + 2x2. അപ്പോൾ 3 × 0 x1 x2 ആയിട്ട് എടുക്കാം. 3 × 0 + 2 × 10 20. അതുപോലെ 3 × 1 + 2 × 5 13. 3 × 4 + 2 × 2 16. 3 × 12 + 2 × 0 36. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? ₹13, which occurs at 1, 5. 1, 5 എന്ന് പറഞ്ഞാൽ x1 1 x2 5. x1 എടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ജാർസ് ഓഫ് ലിക്വിഡ് പ്രോഡക്റ്റ്, അപ്പോൾ ഒരു ജാർ. അതുപോലെ x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർട്ടൺസ് ഓഫ് ഡ്രൈ പ്രോഡക്റ്റ്, ദാറ്റ് ഇസ് 5. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ₹13. ഇതാണ് മിനിമം കോസ്റ്റ്. അപ്പോൾ 1 ലിക്വിഡ് പ്രോഡക്റ്റിന്റെ ജാർ, 1 ജാറും അതുപോലെ ഡ്രൈ പ്രോഡക്റ്റിന്റെ 5 കാർട്ടൺസും പർച്ചേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കോസ്റ്റ് മിനിമൈസ്ഡ് ആവുള്ളൂ. ആ മിനിമൈസ്ഡ് കോസ്റ്റ് വാല്യൂ എത്രയാണ്? ₹13.